എഴുന്നേറ്റ് നിൽക്കുന്ന നമുക്ക് കൈകളും കൂടി ഒന്ന് തുറന്നു പിടിക്കാം. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നിൽക്കാം. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപിതാവിൻ്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളുടെയും തണലിലാണ് നമ്മൾ ഈ വിശുദ്ധ ആരാധനയിലാവുക. ഒഴുകുന്ന ദൈവീകതയെ ഹൃദയത്തിൽ തടയിണ കെട്ടി നിർത്താം. നമുക്ക് വിശുദ്ധ കുർബാനയുടെ ജ്വലിക്കുന്ന സാന്നിധ്യങ്ങളാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് തമ്പുരാനെ ആരാധിക്കാം. നമുക്ക് വിശുദ്ധ സന്നിധിയിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടി ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും, എല്ലാ അധരങ്ങളും, എല്ലാ ജീവിതവും ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഭാഗ
വിശുദ്ധമായ വെളിപാടുകൾ കൊണ്ട് പൊതിഞ്ഞു നമ്മളെ മറ്റൊരു കുർബാനയാക്കുവാനായി നമ്മളോടൊപ്പം. നമുക്ക് ഈ വിശുദ്ധ അനുഭവത്തെ സങ്കീർത്തകനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒന്ന് സ്തുതിക്കാം. സങ്കീർത്തക മനോഭാവത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. തുറന്ന കൈകൾ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്കൊന്ന് നീട്ടിപ്പിടിക്കാം. നമുക്ക് ഈ പ്രാർത്ഥനായിടത്തെയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ശുശ്രൂഷകരെയും ഈ വിശുദ്ധ ഇടത്തിലേക്ക് പ്രാർത്ഥന ചോദിച്ച സകലരെയും ഈ നീട്ടിയ കരങ്ങളിൽ തമ്പുരാന്റെ കൈകളിലേക്ക് കൊടുക്കാം. സന്നിധി അല്പനേരം ജീവിക്കതോ ഭാഗ്യമേ, അന്യഗ്രഹത്തിലൊരായിരം വാഴ്വതേ കാളെ പ്രമോഹനം ഹൃദയത്തോട് ചേർത്തിരിക്കാം. കണ്ണുകളൊന്നും അടയ്ക്കാം. ഒരുപാട് പേർ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചു. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരുണ്ട്. രോഗത്തിന്റെയും ക്ലേശത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂല കാലാവസ്ഥകളുടെയും പിടിയിലാർന്ന ഒരുപാട് മക്കളെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരാം. പരിശുദ്ധ അമ്മ നമ്മളുടെ പ്രാർത്ഥനകൾക്കൊക്കെ സ്വർഗീയമായ സാന്നിധ്യവും പ്രാർത്ഥനാ മധ്യസ്ഥവും നൽകി നമ്മുടെ കൂടെയുണ്ട്. ഇത് ദിവ്യകാരുണ്യ വലിയ ഭവനമാണ്. നമുക്ക് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കാനായിൽ കുറവ് പരിഹരിച്ച അമ്മയോടൊപ്പം നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നമുക്ക് വിളിക്കാം. അവനെത്തിയുള്ള എല്ലാ ഇടങ്ങളും അനുഗ്രഹമായിരുന്നു. നമ്മളോട് ഈശോ പങ്കുവച്ചതുപോലും പിതാവിന്റെ ഭവനത്തില് ഏറെ വാസസ്ഥലങ്ങളുണ്ട്.
എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഏറെ വാസസ്ഥലങ്ങൾ. ഒരു നല്ല ഭവനത്തിലേക്ക് പ്രതീക്ഷകളും പ്രത്യാശയും നിറച്ചാണ് കുർബാന നമ്മളെ ഓരോ നിമിഷവും സ്വാഗതം ചെയ്യുന്നത്. ഈ ചെറിയ താൽക്കാലിക ഇടത്തിൽ നമ്മളുടെ കുടുംബങ്ങളും ബന്ധങ്ങളും എല്ലാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവൻ കയറിയ വീടുകളെ വിശുദ്ധ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ? അവൻ കയറിയപ്പോൾ പത്രോസിന്റെ വീട്ടിൽ സൗഖ്യമുണ്ടായി. അവൻ പ്രവേശിച്ചപ്പോൾ കാനായിലെ വീട്ടിലെ കുറവ് കൃപയായി മാറി. അവൻ ബഥാനിയായിലെ വീട്ടിലെത്തിയപ്പോൾ അത് സൗഹൃദങ്ങളുടെ കളരിയായി. അവൻ സഖീറോസിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അത് രക്ഷയുടെ ആഘോഷമായി. അവൻ പരിസയൻ ശിമിയോന്റെ വീട്ടിൽ പാപവിമോചനത്തിന്റെ മനോഹാരിത ഒരുക്കി. സഹിയോൻ ഊട്ടുശാലയില്, സഹിയോൻ ഭവനത്തിൽ അവൻ അനശ്വരതയായി. നമ്മളിലും അവന്റെ അനശ്വര യാത്ര വിശുദ്ധ കുർബാനയിലൂടെ തുടരുകയാണ്. നമുക്ക് നമ്മുടെ വീടുകളെയും ഭവനങ്ങളെയും നമ്മളുടെ പ്രിയ നിറഞ്ഞ കുടുംബാംഗങ്ങളെയും ഒക്കെ സമർപ്പിച്ച് കർത്താവേ ഞങ്ങളിലേക്ക് വരണമേ എന്നും ഞങ്ങളുടെ ജീവിതങ്ങളെ വിപുലീകരിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളെ ഒന്നും തൊടുവാൻ എത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സന്ദർശനമുണ്ടാവട്ടെ. അഭിഷേകം